ഹലോ ഫ്രണ്ട്സ്, DA ഫാമിലി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അനിയത്തിയുടെ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. 2 ദിവസം കൂടി ഉള്ളു പരിപാടിക്ക് കിട്ടും. അപ്പോൾ ഏട്ടന് വർക്ക് ഉണ്ടായതുകൊണ്ട് ഞങ്ങളെ പകുതി ആക്കി തരുന്നുണ്ട്, കുടുംബത്താക്കി തരുന്നുണ്ട്. അങ്ങോട്ട് അനിയൻ വരുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങളിന്ന് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഏട്ടൻ ഇവിടെ ഞങ്ങളെ ഇറക്കിയിട്ട് അനിയൻ്റെ കൂടെ ഞങ്ങൾ പോവാട്ടോ. അപ്പം അനിയൻ എന്താ പൂക്കോട്ടുംപാടത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഞങ്ങളവിടെ ഇറക്കിയിട്ട് പോവുകയാണ്. ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ പെയിൻ്റ് അടിയും ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് തട്ടിക്കൊട്ടലാണ്. അപ്പോൾ ഇനി നമ്മളെ മുറ്റമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ കാണിച്ചു തരാൻ വഴിയേ. അപ്പോൾ വീട്ടിൽ നിന്ന് ചോറൊക്കെ കൊണ്ട് ഞങ്ങളിതാ വണ്ടൂരിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാം കേട്ടോ. നിശ്ചയത്തിന് കുറച്ച് സാധനങ്ങൾ നമ്മൾ ആദ്യം പരാഗിക്ക് വന്നിട്ടുണ്ട്. ഇതാണ് വണ്ടൂർ പരാഗ്. ഇവിടെ നമുക്ക് ചെറിയൊരു സാധനം വാങ്ങിക്കാണ്ട്. അപ്പോൾ ഞങ്ങൾ ഷോൾ എടുക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല കളക്ഷൻ കിട്ടും. നമ്മളിതാ ഫാൻസിയിലേക്ക് കിടക്കുന്നു. നേരെ പോകുന്നത് ബ്യൂട്ടി പാർലറിലേക്കാണ്. അനിയത്തിനെ വേഗം പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബസ് കിട്ടൂല വിചാരിച്ചിട്ട് അവളെ വേഗം പറഞ്ഞയച്ചു. ഞാൻ തന്നെ നമ്മൾ പെരുകിനൊക്കെ പ്ലക്ക് ചെയ്ത് വേഗം അടുത്ത കടയ്ക്ക് ഓടുകയാണ് കേട്ടോ. ബസ് വരാൻ സമയമായിരുന്നു, തീരെ സമയമില്ല. നമ്മളിതാ ഒരു കുറച്ച് ഡ്രസ്സും കൂടി എടുക്കാനുണ്ട്. കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വണ്ടൂരിലുള്ള PAK കേട്ടോ. ഫ്രണ്ട്സ്, എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ടു. അതിനിടയ്ക്കാണ് ചെരുപ്പും കൂടി എടുത്തു. സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. ഇനി നമ്മളിതാ ബസ് കയറാൻ വേണ്ടി പോവുകയാണ്. ബസ്സൊന്നും എത്തിയിട്ടില്ല. ഭാഗ്യം നമ്മൾ രക്ഷപ്പെട്ടു. ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഇങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോരാ കേട്ടോ. ബസ്സിൽ നല്ല തിരക്കുന്നതിനാൽ എല്ലാവരും ഭയങ്കര ടയേർഡായിട്ടുണ്ട്. കുട്ടികളൊന്നും കൊണ്ട് പോയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ചെന്നാൽ എന്താണെന്നറിയില്ല. എന്തായാലും കടയിൽ നിന്ന് 2 കിറ്റ്കാറ്റ് എടുത്ത് അവർ ഒതുക്കാമെന്ന് വിചാരിച്ച് വേറൊന്നും പറ്റില്ല കേട്ടോ. ജലദോഷം കഫക്കെട്ടൊക്കെ അല്ലേ. അതുകൊണ്ട് 2 കിറ്റ്കാറ്റിൽ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയതാ. എല്ലാവർക്കും കാണിച്ചെടുക്കാം കേട്ടോ. മോൾട്ടി പിന്നീണ്ടമ്മ, മോൾട്ടി പിന്നീട്. പക്ഷെ ഇത് 5ാം ക്ലാസ് പഠിച്ച വള ഇപ്പൊ ഒന്നാള് എന്തോ പരീക്ഷയ്ക്ക് വേണ്ടി മുറിച്ചു. ഇത് അമ്മ ഒരു കടയിൽ ഞങ്ങള് കയറിട്ടോ. അവിടെ പറ്റില്ല എന്നിട്ട് വേറെ അടുത്ത് ചെന്നു. അവിടെ അതെ കുട്ടികളെ വള മോശാണ്. അതിനല്ലേ പറഞ്ഞ അണ്ണാച്ചള മാതിരി ഉണ്ട്. സ്വർണ്ണവള നീലപ്പേന്റും വെള്ള ഷർട്ട് അതുകൊണ്ട് കുഞ്ഞിനെ മൈലാഞ്ചിട്ടാണോ നോക്കിട്ട് കണ്ടോ കണ്ടോ കണ്ടോ. അല്ലീശല്ലേ കാണാന് സൂപ്പറായിട്ടില്ലേ? കാണുന്നുണ്ടോ? ഞങ്ങള് മൈലാഞ്ചിട്ടാണേ. പൂജന്നാകാണില്ലേ കുഞ്ഞന്നെ. ഫ്രണ്ട്സ്, പന്തലുകാർ വരാൻ കുറച്ച് നേരം വൈകിട്ടോ. അവരിതാ പന്തലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗായ്സ് എല്ലാവരും വന്നു. കുറച്ച് നേരം വൈകി. ഒരു വണ്ടിയിലാ വന്നത്. നമ്മുടെ കുട്ടിച്ചൻ്റെ വീട്ടിൽ പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫുഡ് കൊടുക്കാനുള്ള സ്ഥലം. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പന്തലിടാൻ പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ മുറ്റത്ത് അവിടെയാണ് സ്റ്റേജും ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെയും കൂടി ഇടാനുണ്ട്. നമുക്കൊന്നും ഉറക്കല്ലേ മക്കളെ. സമയം 12 മണിയായിട്ട് ഈ 2 കീടങ്ങളിലും ഉറങ്ങിയിട്ടില്ല. ഇന്നത്തെ വീഡിയോ എത്ര കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.